കണ്ടില്ല, നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്, അടിപൊളിയായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അലീഷ സ്പേസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റമാണ് മോമോസ്. നിങ്ങൾ മോമോസ് ഒക്കെ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ വീട്ടിൽ നിന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക്. ഇവിടെ ഞാൻ 2 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന രീതിയിൽ കുഴച്ച് റെഡിയാക്കി എടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഓയിൽ പുരട്ടി ഒരു മണിക്കൂർ നേരത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഈ കാണുന്നത് പോലെ നമ്മുടെ മൈദ ഇവിടെ റെസ്റ്റ് ആകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഫില്ലിങ്സും അതിൻ്റെ ചട്നിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. ഞാനിവിടെ ഒരു 8 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും, പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ പീസായിട്ട് അരിഞ്ഞ തക്കാളിയാണ്. അപ്പോൾ നമ്മളൊരു 1.5 ഗ്ലാസ് വെള്ളത്തിനകത്തേക്ക് നമ്മുടെ ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേക്കും തക്കാളിയുടെ പുറത്തെ ആ തൊലി പതുക്കെ പൊളിഞ്ഞ് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം നേരത്തെ നമ്മൾ തിളപ്പിച്ച ആ തക്കാളിയില്ലേ, അതിൻ്റെ തൊലി നമുക്ക് ഇതുപോലെ പൊളിച്ച് മാറ്റാം. പിന്നീട് നമ്മൾ തൊലി പൊളിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും ആ ഉണക്കമുളകും ഉണ്ടല്ലോ, നമ്മൾ വേവിച്ചെടുത്ത ഉണക്കമുളകും കൂടി ഒരു മിക്സിയിലിട്ട് കറക്കി ഇതുപോലെ റെഡിയാക്കി വെക്കുക. അതിനുശേഷം ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ചൂടാക്കിയതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതുപോലെ ഇട്ട് ഒന്ന് വരട്ടിയെടുക്കുക. അതിനുശേഷം നമുക്ക് 1 സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക്. അത് കഴിഞ്ഞ് നമുക്ക് മിക്സിയിൽ അരച്ച് വെച്ചിരുന്ന നമ്മുടെ തക്കാളി മിക്സില്ലേ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ 1 സ്പൂൺ വിനാഗിരി കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചട്നി റെഡിയാണ് കേട്ടോ. അടുത്ത് നമ്മൾ മോമോസിൻ്റെ ഫില്ലിങ്സിന് വേണ്ടി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ സബോള, പിന്നെ ജിഞ്ചർ ഗാർലിക്, പിന്നെ നമുക്ക് ബോൺലെസ് ചിക്കനാണ് വേണ്ടത്. ഇവിടെ ഞാനൊരു 2 ചില്ലി ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ മല്ലിയിലയും. അതിനുശേഷം നമ്മുടെ ചിക്കൻ വേവിക്കാൻ വേണ്ടി കുക്കറിലേക്കിട്ട് 1 സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതിനുശേഷം ലേശം വെള്ളം ചേർത്ത് നമുക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ചിക്കൻ ഗ്യാസിൽ വേവിക്കാൻ വേണ്ടി വെക്കുക. നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചിരുന്ന ചിക്കൻ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഈ ചിക്കനെ എടുത്ത് നമുക്ക് ഒരു മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുക്കണം. അപ്പോഴത്തേക്കും ചിക്കൻ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. കണ്ടില്ല, ഈ ഒരു പരുവത്തിൽ നമുക്ക് ചിക്കനെ റെഡിയാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് ആ ചിക്കൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ആ പച്ചമുളക്, പിന്നെ നമ്മുടെ മല്ലിയില, പിന്നെ നമ്മുടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മാവ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എടുത്ത് നമുക്ക് പരത്തിയെടുക്കണം. ചപ്പാത്തിക്ക് പരത്തുന്നതിനേക്കാളും കുറച്ചുകൂടി സോഫ്റ്റായിട്ട് വേണം പരത്തിയെടുക്കാൻ. ഈ കാണുന്നത് പോലെ നമുക്ക് സോഫ്റ്റായിട്ട് പരത്തിയെടുക്കാം. അതിനുശേഷം നമുക്കിത് കറക്റ്റ് സർക്കിളിൽ മുറിച്ചെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഇതുപോലത്തെ ഒരു കുപ്പിയുടെ അടപ്പോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം. ഇതുപോലെ പ്രസ് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് സർക്കിൾ പോലെ മുറിച്ചെടുക്കണം. അതിനുശേഷം നമ്മുടെ ഫില്ലിങ്സ് അതിലേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് മടക്കി എടുക്കണം. കണ്ടില്ലേ, ഈ ഒരു രീതി മടക്കിയെടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മോമോസിലെല്ലാം ഫില്ലിങ്സ് എല്ലാം വെച്ച് നമ്മൾ ഇവിടെ റെഡി ആക്കിയിരിപ്പുണ്ട്. ഇനി നമുക്ക് ഇത് ആവി കയറ്റാനാണ് വെക്കേണ്ടത്. അതാണ് അടുത്ത പരിപാടി. അതിനുവേണ്ടി നമുക്കൊരു പാത്രത്തിലേക്ക് ഓയിൽ ഇതുപോലെ പരട്ടി കൊടുക്കുക. ഓയിൽ പരട്ടിയതിന് ശേഷം നമുക്ക് ഓരോരോ മോമോസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 15 അല്ല 20 മിനിറ്റ് നേരത്തേക്ക് ആവി കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ മോമോസ് റെഡിയാണ്. കണ്ടില്ല, ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ചട്നിയാണ്. അപ്പോൾ ഈ ചട്നിയും കൂട്ടി ഇവനെ ഒരു പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. എന്തായാലും നിങ്ങൾ ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ബൈ.